ഇനി കുരുവട്ടുപുരകളെ കേട്ടോളി മറ്റൊരു ഫത്വ. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേത് തന്നെ 196 പേജുള്ള മഹാനവറുകളുടെ ഫതാവയിൽ നിന്ന് അതിന്റെ 78, 79 പേജുകളിൽ 82 പേജ് വരെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. അതിൽ നിന്നൊരു അല്പഭാഗം മാത്രം. പറമ്പിൽ ഉണ്ണീൻകുട്ടി, കള്ളിവളപ്പിൽ വീരാൻ, ഈ രണ്ടാളുകൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ജവാബ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നവർ പറയുന്നുണ്ട്. ആ ഫത്താവയുടെ 78, 79 പേജിലുണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അസ്വാലുൽ അവ്വൽ. എന്നാൽ ഞങ്ങൾ 3 കൊല്ലം മുതൽക്ക് കൊണ്ടോട്ടി കയ്യും വിട്ട് ഒഴിഞ്ഞവരാണ്. അതുമുതൽ ഞങ്ങളും അവരുമായി യാതൊരു കൂട്ടുകെട്ടും അടിയന്തരാദികളിൽ കൂടിക്കഴിയലും ഉണ്ടായിട്ടില്ല. ഇത് അറബി മലയാളമാണ് കേട്ടോ, അന്നത്തെ ഭാഷയാണ്. ആ രീതിയിലാണ് ഇതിന്റെ എഴുത്ത്. എന്നിരിക്കെ ഈ റബീഉൽ അവ്വൽ മാസം 7-ന് കള്ളത്തും പടിക്കൽ കുഞ്ഞാമുക്കാക്കയുടെ കുടിയിൽ വെച്ച് ഞങ്ങളെ ഇപ്പോഴത്തെ ഖതീബും മുക്രിയും മറ്റു ചിലരും കൂടി മൗലിദ് ഓതുന്നതിനിടയിൽ കൊണ്ടോട്ടി കൈക്കാരിൽ നിന്ന് 2 ആളുകൾ വന്ന് മജ്ലിസിൽ കൂടി. ഖതീബിനും മുക്രിക്കും അവിടെ കൂടി ആർക്കും യാതൊരു അനിഷ്ടവും ഇല്ലാതെ മൗലിദ് തീർന്നു. അതിന്റെ ശേഷം ഖതീബും മുക്രിയും ആ വന്ന 2 കൊണ്ടോട്ടിക്കാരും ഒരേ സുഫ്രയിൽ നിന്നാണ് ഒജീനം കഴിച്ചത്. പിറ്റേ വെള്ളിയാഴ്ച ഖതീബിനോട് കൊണ്ടോട്ടിക്കാരുമായി അടിയന്തിരം കൂടൽ ശറയിൽ തെറ്റ് അല്ലയോ എന്ന് ചോദിച്ചു. ശറയിൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഖതീബ് പറഞ്ഞു. അതുകൊണ്ട് അതിൽപ്പെട്ട ഖതീബിനെ ഞങ്ങൾ ഖതീബാക്കി വെക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ കൊണ്ടോട്ടിക്കൈക്കാരെ അടിയന്തരാദികളിൽ കൂടിക്കയ്യലോ അല്ലെങ്കിൽ അവരെ ഞങ്ങളുടെ അടിയന്തരാദികളിൽ കൂട്ടലോ മറ്റോ പാടുണ്ടോ ഇല്ലയോ? അതാ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, കൊണ്ടോട്ടിക്കൈക്കാരെ കൂട്ടുന്നത് ബന്ധുനിമിത്തമോ അല്ലെങ്കിൽ ദുന്യവിയായ കാര്യം സാധിക്കാൻ വേണ്ടി ആയാലും പാടുണ്ടോ ഇല്ലയോ? ഈ സുആലുകൾക്ക് നിങ്ങൾ ഇബാറത്ത് സഹിതം ജവാബ് തരാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറമ്പിൽ ഉണ്ണീൻകുട്ടി, കള്ളിവളപ്പിൽ വീരാൻ ഒപ്പ്. ഇനി അതിന്റെ ജവാബ് കേട്ടോ. എന്നാൽ കൊണ്ടോട്ടി ഫക്കീറും അവനെ തുടർന്നവരും സിന ചെയ്യൽ, കള്ളുകുടിക്കൽ, പടഫിന് സുജൂദ് ചെയ്യൽ മുതലായ പല മുജ്മഉൻ അലൈഹിയായ മുഹറമാത്തുകളെ ഹലാലാക്കുകയും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ഇസ്ലാം മത നിയമങ്ങളിൽ നിന്ന് പല നിയമങ്ങളെ പരസ്യമായി മറിക്കുകയും ചെയ്തവരായ മുർത്തദ്ദീങ്ങളാണെന്നും അവർ എത്ര അടുത്ത കുടുംബക്കാരോ മറ്റോ ആവട്ടെ, അവർ 2 ഷഹാദത്തും ബറാഅത്തും ചൊല്ലി മടങ്ങുകയും അവരുടെ ഭാര്യമാർകളെ നിക്കാഹ് മടക്കി കഴിക്കാതിരിക്കുമ്പോഴൊക്കെയും അവരുമായി ബന്ധുസ്ഥാനം നടക്കുവാനോ അവരുടെ വല്ല അടിയന്തരാദികളിൽ കൂടുവാനോ നമ്മുടെ വല്ല അടിയന്തരാദികളിൽ അവരെ കൂട്ടുവാനോ മറ്റു വല്ല ഏർപ്പാടുകൾ ചെയ്യാനോ തീരെ പാടില്ലെന്നും. ഇനി വല്ലവനും അങ്ങനെ ചെയ്താൽ കൊണ്ടോട്ടി കൈക്കാരെ നടപടികളെ നന്നാക്കി കണ്ട വിധത്തിലോ അതുകളെ കൊണ്ട് പൊരുത്തപ്പെട്ട നിലയിലോ ആണെങ്കിൽ ആ ചെയ്തവരും മുർത്തദ്ദാകുന്നതും അല്ലെങ്കിൽ അവർ ഫാസിഖ് ആകുന്നതും, മുർത്തദ്ദായവർ 2 ഷഹാദത്തും ബറാഅത്തും ചൊല്ലി മടങ്ങണമെന്നും ഫാസിഖായവർ മതിയായ തൗബ ചെയ്ത് മടങ്ങണമെന്നും മറ്റും സ്വാഹിബുൽ കൻസ് മൗലാന അൽ ആരിഫു ബില്ലാ അൽ ഖുതുബ് സയ്യിദ് ഷെയ്ഖ് അൽ ജിഫരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വ മൗലാന അൽ ഖുതുബ് റബ്ബാനി വൽ ഗൗസ് സമദാനി അൽ സയ്യിദ് അലവി അൽ മൗലദ് ദവീല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വ മൗലാന അൽ അല്ലാമ അൽ ഖാദി ഉമർ അൽ ബലങ്കുത്തി റഹ്മത്തുള്ളാഹി അലൈഹി വ മൗലാന അൽ അല്ലാമ ഔഖായ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വ മൗലാന അൽ അല്ലാമ അൽ ഖാദി വലിയ ബാവ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരും പണം വാങ്ങി പക്ഷം ചേരാതെയും മലൈബാറിലും മറ്റുമുള്ള അസംഖ്യം മഹാന്മാരായ ഉലമാക്കൾ ഐക്യകണ്ഠേന തീർച്ചപ്പെടുത്തിയതും ഫത്വ ചെയ്തതും എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അത് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രിയും അതുപോലെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പയും വെളിയങ്കോട് ഉമർ ഖാദി അടക്കമുള്ള മഹാന്മാരായ ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ ഫത്വ എഴുതിയിട്ടുള്ളത്.